29ാമത് IFFKയിൽ വരുന്ന ഡെലിഗേറ്റുകൾക്ക് സിനിമ മുൻകാല സിനിമകളിലേക്ക് അല്ലെങ്കിൽ സിനിമാ ലോകത്തെ മാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു പോകാൻ ഒരവസരം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ ഡിജിറ്റൽ ആർട്ട് ഗാലറിയുടെ റാസി മുഹമ്മദ് എന്ന വ്യക്തി. അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം സാർ. ഈ ഒരു ആശയത്തിലേക്ക് തുടങ്ങുന്നത് രാജീവ് സാറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഒരു റീവിസിറ്റിംഗ് മൊമെൻ്റ് കൂടിയായിരുന്നു ഈ ഒരു സംഗതി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? തുടക്കം ശരിക്കും ഒരു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ശരിക്കും. അപ്പം അന്ന് നമ്മൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി അങ്ങനെ ഒരു സംഭവത്തിലേക്കൊന്നും വന്നെത്തിച്ചേർന്നിട്ടില്ലായിരുന്നു. അപ്പം മെയിനായിട്ടുള്ളൊരു നമുക്ക് ഈ ഒരു സംഭവത്തിലേക്ക് അങ്ങ് ലീഡ് ചെയ്യാം അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാം എന്നുള്ള മട്ടിൽ ശരിക്കും പണി തുടങ്ങുന്നത് ഫെബ്രുവരി മുതലാണ്. അപ്പോൾ ഏതാണ്ടൊരു 9 മാസത്തേക്കൊരു വർക്കാണ് ഇപ്പം ഈ ഗാലറി ഉള്ളത്. ശരിക്കും 50ഓളം മാസ്റ്റേഴ്സിൻ്റെ മാസ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്ങുകളാണ് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ആക്ച്വലി താങ്കൾ പറഞ്ഞൊരു ഡിജിറ്റൽ ആർട്ട് എക്സിബിഷൻ എന്നുള്ള രീതിയിലല്ല നമ്മളിതിനെ ആദ്യം കാണുന്നത്. ആക്ച്വലി നമ്മളിത് കാണുന്നത് ഞാനും റാസിയും ഇതുപോലെ ഒരു 76 77 മുതലുള്ള ഫിലിം ഫെസ്റ്റിവലുകൾ കാണുകയും അങ്ങനെ പല സിനിമകളും മാസ്റ്റേഴ്സിൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും സിനിമയിലേക്ക് വരികയും അത് സിനിമ പഠിക്കുകയും പോകേണ്ടതാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഞങ്ങളുടെ ലെഷർ ടൈമിൽ പലപ്പോഴും പല സിനിമകളെപ്പറ്റി ആലോചിക്കാറും പല സിനിമകളെപ്പറ്റി ചർച്ചയൊക്കെ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ആണ് നമുക്കൊരു റീവിസിറ്റ് നടത്താൻ എന്താ ഒരു സാധ്യത. നമ്മളൊരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ അങ്ങനത്തെ ഫോർമാറ്റിന് പകരം റാസി നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു ആർട്ടും ഇതൊന്നും നമുക്കൊന്ന് കമ്പൈൻ ചെയ്യാനുള്ള സ്കോപ്പുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു 8-9 കൊല്ലമായി നമ്മളിത് ചർച്ച ചെയ്യുന്നു. അങ്ങനൊരു ദിവസമാണ് ഞങ്ങൾ കുറോസോവയുടെ സിനിമകളെ പറ്റി പറഞ്ഞിട്ട് പെട്ടെന്ന് കുറോസോവയുടെ ആദ്യം വരച്ചു. അപ്പോൾ അതൊരു പ്രൊവക്കേഷനായിരുന്നു. അപ്പോൾ അതിന് കുറച്ചും ഇങ്ങനെ മാറ്റിയാലോ അങ്ങനെ മാറ്റിയാലോ അതിൽ നമ്മളൊരു ടേക്ക് ഓഫ് ചെയ്തിട്ടാണ് ഈ വർക്കിലേക്ക്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സത്യത്തിലൊരു റീവിസിറ്റിംഗ്, വേറെ തരത്തിലൊരു ട്രിബ്യൂട്ട് ടു മാസ്റ്റേഴ്സ് ഇൻ എ ഡിഫറെൻറ്റ് മീഡിയം. അപ്പോൾ ആ മീഡിയത്തിൽ എങ്ങനെ ആൾക്കാർ ഇത് വെറുതെ കണ്ടിട്ട് പോകുന്നതിന് പകരം ആൾക്കാർക്കൊരു പ്രൊവോക്കേഷൻ, ചിലർക്ക് ചില റിക്കളക്ഷൻസ്, ചിലർക്ക് ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ലല്ലോ, അല്ലെ അത് ഈ ഇമേജറി ഏത് സിനിമയിലാണെന്ന് തോന്നിപ്പിക്കുക, അല്ലെങ്കിൽ ഈ മാസ്റ്റർ ആരാ, ഈ മാസ്റ്ററുടെ സിനിമകൾ കാണണോ. അപ്പോൾ ഇത്തരത്തിലൊരു എൻസെമ്പിളാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതാണ് ഇതിനകത്ത് നമ്മൾ വേറെ ഡിജിറ്റൽ എന്നുള്ള പക്ഷേ ഒരു പുതിയ രീതിയിൽ അത് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഡിജിറ്റൽ കൂടിയാണല്ലോ, അത് പുതിയൊരു മാധ്യമം കൂടിയാണല്ലോ. ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു, നമുക്കുണ്ടാകുന്ന ഈസിനെസ് എന്തൊക്കെയായിരുന്നു? സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ ടെക്നോളജിയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്നുള്ള ഒരു മീഡിയമാണ് ശരിക്കും. അതിനകത്ത് ടെക്നോളജിയുടെ ഏരിയക്കകത്ത് ഉണ്ടാകുന്ന ഏത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവവും അപ്പം തന്നെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു മീഡിയം കൂടിയാണ്. അപ്പം അത്തരത്തിൽ ഉള്ളൊരു മീഡിയത്തിനകത്ത് വർക്ക് ചെയ്യുന്ന മാസ്റ്റേഴ്സിനെ കുറിച്ച് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കണം എന്നുള്ള സംഗതി ആലോചിച്ചിരുന്നു ശരിക്കും. അപ്പം ഇതിനകത്ത് ഡിജിറ്റലി നമ്മൾ പറയുകയാണെങ്കിൽ എയുടെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സംഭവങ്ങളും ഇമേജുകളും എല്ലാം തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും. ഇന്നോവേറ്റീവായിട്ടുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ IFFK. അതുകൊണ്ട് മാസ്റ്റേഴ്സിന് അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്പേസ് ഈ ഒരു സ്ഥലത്തുണ്ടാകും. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയും കൂടിയാണ്. പലരും സിനിമ വരാനുള്ള റീസൺ ഈ മാസ്റ്റേഴ്സിൻ്റെ സിനിമ ആയിരിക്കാം. ചില ഇമേജറികൾ തോട്ട് പ്രൊവോക്കിംഗ് ആയതുകൊണ്ട് ചിലപ്പോൾ ആ സിനിമ പെട്ടെന്നൊന്ന് റീവിസിറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് തോന്നാം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു സല്യൂട്ടേഷൻ മാസ്റ്റേഴ്സിനുള്ള സല്യൂട്ടേഷൻ എന്നുള്ളതാണ് സത്യത്തിൽ. നമ്മളൊരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ രണ്ടുപേരുടെ വീണ്ടും ആ സിനിമകൾ കാണുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ ഇന്ന് ഏതൊക്കെ ഇമേജറികളാണ് ആ ഡയറക്ടർ, അതിൻ്റെ സ്പിരിച്വാലിറ്റി എന്താണ്, അതിന് ഫിലോസഫി ഉണ്ടോ, അല്ലെങ്കിൽ അതിനൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ളൊരു പണ്ട് സിനിമ കണ്ടപ്പോൾ തോന്നാത്ത തരത്തിൽ ഇതിനെ ഒന്ന് റീവിസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളിതിനെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും സിനിമകൾ വീണ്ടും ഒന്ന് കണ്ടു, ഒന്ന് റിഫ്രഷ് ചെയ്തു. അതാണ് അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ആയിരുന്നു എന്ന് പറയാം സത്യത്തിൽ. അതുമാത്രമല്ല, ഓരോ മാസ്റ്റേഴ്സിനും ട്രിബ്യൂട്ട് തരുന്ന രീതിയിലാണല്ലോ ഓരോ പെയിൻറ്റിങ്ങും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ വർക്കുകൾ കൃത്യമായിട്ടുള്ള കൃത്യമായി പിക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അവരുടെ മെമ്മറീസ് ആണെങ്കിലും ശരി, നമ്മളിപ്പോൾ ഓരോ പടം കാണുന്ന സമയത്ത് ഇപ്പോൾ ഓരോ മാസ്റ്റേഴ്സ് കാണുമ്പോൾ അവരുടെ പടങ്ങളിലെ സാമ്യതയുള്ള ഇപ്പോൾ എലിപ്പത്തായം, തുടക്കത്തിൽ തന്നെ അടൂർ സാറിൻ്റെ എലിപ്പത്തായത്തിൽ നിന്ന് തുടങ്ങുന്നത് അങ്ങനെ ഒരുപാട് സംഗതിയിൽ 50 സിനിമകളിലും 50 മാസ്റ്റേഴ്സിലും ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? നമ്മൾ ഇതിൻ്റെ ഒരു ബേസ് 50 പേരിലേക്ക് ചുരുങ്ങുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം കണ്ടമാനം മാസ്റ്റേഴ്സ് ഇതിനകത്തുനിന്ന് ഒഴിവായിപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റെഫറൻസാണ് നമ്മൾ ഇതിനുവേണ്ടി ബേസിക്കലി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു 50 പേരുടെ ലിസ്റ്റിലേക്ക് വരുന്നു. ഈ 50 പേരിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു മാസ്റ്റേഴ്സിൽ കുറിച്ച് വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ അതിനകത്ത് എല്ലാ സിനിമകളും നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് 2-3 സിനിമകളായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. അപ്പം നമുക്ക് ഞാൻ ഈ 15 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സ് മുതൽ തന്നെ മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ മനസ്സിൽ തങ്ങി നിന്നിട്ടുള്ള ഇമേജുകൾ അല്ലെങ്കിൽ ആ സിനിമയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് തോന്നുക. അപ്പം
അങ്ങനെയുള്ള ഒരു എലമെൻറ്റിൽ നിന്ന് നമ്മൾ പിടിച്ചു തുടങ്ങി ബാക്കിയുള്ള സബ് എലമെൻറ്റുകൾ അതിനോട് സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഒരു ഇമേജ് ശരിക്കും പറഞ്ഞാൽ ഫോം ചെയ്ത് വരുന്നത്. നിങ്ങൾക്കും പറഞ്ഞ പോലെ ഒരു റീവിസിറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നല്ലോ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ് കണ്ടോന്. ഈ മാസ്റ്റേഴ്സിൻ്റെ ഈ ഇത്രയും ആൾക്കാരുടെ പലരുടെയും ഈ സിനിമകൾ നമ്മൾ വീണ്ടും വീണ്ടും കാണുക, നമ്മൾ മുമ്പ് മനസ്സിലുണ്ടായിരുന്ന ഇമേജ് കറക്റ്റ് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ സിനിമകൾ വീണ്ടും കണ്ടു നോക്കുക. അപ്പം അങ്ങനെയുള്ളൊരു ഒരുപാട് നാളത്തെ ഒരു പണിയാണ് ശരിക്കും.